Good morning, all. Good morning. Okay. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ മിസ്? മിസ് കഴിഞ്ഞ ദിവസം കോഡിഫിക്കേഷൻ ആണല്ലേ എടുത്തത്? ക്ലിയർ അല്ലേ? കോഡിഫിക്കേഷൻ ഓഫ് ദി ഹൗസ് സിസ്റ്റം അല്ലേ? നെക്സ്റ്റ് ഇനി മിസ് എടുക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇവിടെ സ്റ്റോക്കുകള് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സ്റ്റോക്കുകൾ, നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റോക്കുകളെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് പഠിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ക്ലിയർ ആണോ എല്ലാം? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ക്ലിയർ ആണോ? എന്താണോ ഒന്നും പറയാതെ? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസസ് അല്ലെ? നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് പറയുന്നത് ABC. ABC annual value of to control the items concerned and issue of material in the normal course of business. Alphabetical approach conception of purchases, storing and for always better control. അതായത് ABC ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മ ആ ഒരു ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ നമ്മൾ എന്ത് രീതിയിലാണ് കൺട്രോൾ ചെയ്യുന്നത്? ABC എന്നുള്ള ആൽഫബറ്റ് ഉപയോഗിച്ച് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ABC ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ABC ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കാം. നമ്മൊരു ബിസിനസിന് വേണ്ടി ആവശ്യമായി വരുന്ന മെറ്റീരിയൽസ് എന്താണ്? നമ്മൾ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതും, പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നതും അതിന്റെ നല്ല രീതിയിലുള്ള നിയന്ത്രണത്തിനായി, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അത് ശരിയായ രീതിയിൽ വിതരണം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് രീതിയിൽ അത് ക്ലാസിഫൈ ചെയ്യുന്നു? ABC എന്നുള്ള ആൽഫബറ്റിക്കൽ സമീപനത്തില് ആൽഫബറ്റ്സ് ഉപയോഗിച്ച് കണ്ടിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ABC ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് VED ക്ലാസിഫിക്കേഷൻ. വൈറ്റൽ, essential and desirable, critical nature of the particular item used to determine the stock levels. എന്താണ്? നമ്മുടെ ഐറ്റത്തിന്റെ സ്റ്റോക്ക് ലെവല് നിർണയിക്കുന്നതിന് വേണ്ടി, അതിന് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലാസിഫിക്കേഷൻ ആണ് VED. VED എന്ന് പറഞ്ഞാൽ ആ ഒരു ഐറ്റത്തിന്റെ ക്രിട്ടിക്കൽ നേച്ചർ, അതായത് ഇമ്പോർട്ടൻസ് അനുസരിച്ച് വൈറ്റൽ ആണോ, സുപ്രധാനമായിട്ടുള്ള ഐറ്റം ആണോ, എസെൻഷ്യൽ ആണോ, അല്ലെ, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഐറ്റംസ് ആണോ, ഡിസൈറബിൾ അഭികാമ്യമായിട്ടുള്ള ഐറ്റംസ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് VED ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഗ്യാസ്, ഓക്സിജൻ എന്നുള്ള ഗ്യാസ് നമുക്ക് എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വൈറ്റൽ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് അല്ലെ? ഒരു ഘടകമല്ലേ, ഒരു ഫാക്ടർ അല്ലേ? ഒരു ഹോസ്പിറ്റലില് ഓക്സിജൻ ഇല്ലാതെ പ്രവർത്തനം ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ഐറ്റത്തിന്റെ ക്രിട്ടിക്കൽ നേച്ചർ, പ്രാധാന്യം അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സുപ്രധാനമായിട്ടുള്ള ഐറ്റം ആണോ, അതല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഐറ്റം ആണോ, അല്ലെങ്കിൽ അഭികാമ്യമായിട്ടുള്ള ഐറ്റം ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് VED ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്താണ്? അതിന്റെ ആ ഒരു സ്റ്റോക്ക് ലെവല് നിർണയിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് HML. HML എന്ന് പറയുന്നത് ഹൈ, മീഡിയം ആൻഡ് ലോ.
യൂണിറ്റ് പ്രൈസ് ഓഫ് ദി മെറ്റീരിയൽ ടു കൺട്രോൾ പർച്ചേസ്. അവർക്ക് ആ ഒരു പർച്ചേസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, നമുക്കറിയാം നമ്മ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് എല്ലാത്തിനും ഒരു റേറ്റ് ആണോ വരുന്നത്? അരി, പഞ്ചസാര, ചായപ്പൊടി, എല്ലാത്തിനും ഒരേ റേറ്റ് ആണോ വരുന്നത്? അല്ല അല്ലെ, പ്രൈസിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മ ആ ഒരു പ്രൈസിന്റെ അനുസരിച്ച് വാങ്ങിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് ആ ഒരു കോസ്റ്റ് വരുന്നത് അല്ലെ, പർച്ചേസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. അപ്പൊ ആ ഒരു പർച്ചേസിങ് കൺട്രോൾ ചെയ്യാം, ആ ഒരു എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്ന, മെറ്റീരിയൽസിന്റെ അതിന്റെ വിലയുടെ അടിസ്ഥാനത്തില്, പ്രൈസിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് HML എന്ന് പറയുന്നത്. ഹൈ പ്രൈസ്, മീഡിയം പ്രൈസ്, ലോ പ്രൈസ് വരുന്ന ഐറ്റംസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് XYZ. എല്ലാവർക്കും ഓക്കെ ആണോ? മാറിപ്പോവരുത്. ഓക്കെ ആണോ എല്ലാവർക്കും? എന്താ ബാക്കിയുള്ളവർ പറയാത്തെ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് XYZ depends on to review the inventory value inventors and of items stored. അല്ലെ, XYZ എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയൽസിന്റെ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിലാണ്. ഇൻവെന്ററി വാല്യൂ ഇൻവെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ മൂല്യം, വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ, ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് XYZ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂസസ് അറ്റ് ഷെഡ്യൂൾഡ് ഇന്റർവെൽ. ആ ഒരു ഷെഡ്യൂൾഡ് ഇന്റർവെല്ലില് ആ ഒരു ഐറ്റംസിന്റെ മൂല്യം അനുസരിച്ച്, ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് പാരസെറ്റാമോൾ ഒക്കെ എന്താണ്, നമുക്ക് ഒരു ദിവസം നമുക്ക് അത്യാവശ്യം വരുന്ന ഒരു കാര്യമാണല്ലേ, അതിന് പ്രൈസ് കുറവാണ്. പക്ഷെ പാരസെറ്റാമോൾ എന്താണ്, നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റ്, ഒരു ഗുളികയാണ് അല്ലെ, ഡ്രഗ് അല്ലേ ആണോ? അപ്പൊ ആ ഒരു ഡ്രഗിന് എന്താണ്, ഡിമാൻഡ് കൂടുതലായിരിക്കോ? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഡിമാൻഡ് കൂടുതലായിരിക്കോ? പിന്നെ അലർജിയുടെ ടാബ്ലറ്റ് എന്ന് പറയുന്നത്, നമ്മൾ അലർജിക്കൊക്കെ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്സുകൾക്ക് നമ്മുടെ പാരസെറ്റാമോളിന്റെ അത്രയും ഡിമാൻഡ് ഉണ്ടാവോ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ? അത്രയും ഡിമാൻഡ് വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്, ഹോസ്പിറ്റലിന്റെ ഐറ്റംസ് ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് XYZ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് FSN, കൺസെപ്ഷൻ ടു റിസ്ട്രെയിൻ പർച്ചേസസ്. എന്താണ്, നമുക്ക് ആ ഒരു പർച്ചേസിംഗിന്റെ എന്താണ് റിസ്ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടി അതിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തില്, കൺസപ്ഷൻ ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഫാസ്റ്റ് മൂവിങ്, pattern or issue and scrap, slow moving and from the stores നോൺ മൂവിങ്. എന്താണ്, നമുക്കറിയാം ചില ഐറ്റംസ് എന്താണ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ആയി പോകും അല്ലെ, പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റംസ് ഉണ്ടായോ? നമ്മൾ വാങ്ങിച്ച് പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റംസ് ഉണ്ടാവും അല്ലെ. ചിലത് എന്താണ് സ്ലോ ആയിട്ട് മൂവ് ആവുന്ന ഐറ്റംസ് ആയിരിക്കും അല്ലെ, പതുക്കെ ചെലവാകുന്നതായിരിക്കും. ചിലത് എന്താണ് നോൺ മൂവിങ്, തീരെ പോകാത്ത ഐറ്റംസ് ആയിരിക്കും. അപ്പൊ ഈ നോൺ മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് അവർ ഒരുപാട് പർച്ചേസ് ചെയ്ത് സൂക്ഷിക്കണോ? പക്ഷെ അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് ലോസ് സംഭവിക്കാം അല്ലെ. എക്സ്പയറി ഡേറ്റ് ഒക്കെ പറ്റി, അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ പറ്റി അവർക്ക് എന്താണ് ലോസ് സംഭവിക്കാം. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ ഫാസ്റ്റ് മൂവിങ് ആണോ, സ്ലോ മൂവിങ് ആണോ, നോൺ മൂവിങ് ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് FSN എന്ന് പറയുന്നത്. ആ ഒരു പർച്ചേസിംഗിന്റെ തടയുന്നതിനുള്ള ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഐറ്റംസിന്റെ പർച്ചേസിംഗിനെ തടയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ ആണോ? FSN. നെക്സ്റ്റ് പറയുന്നത് SDE പർച്ചേസിംഗ്, പ്രോബ്ലം ലീഡ് ടൈം.
നമുക്ക് നോൺ മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്തായി പോവും? സ്ക്രാപ്പ് ആയി പോകും അല്ലെ? ഉപയോഗിക്കാതെ അത് സ്ക്രാപ്പ് ആയി പോവോ? നോൺ മൂവിങ് ഐറ്റംസ്, തീരെ മൂവ് ആവാത്തത്, ചെലവാകാത്ത സാധനങ്ങള് ആവോ? എന്താ മിണ്ടാത്തേ? ആവും അല്ലെ? അപ്പൊ ആ ഒരു പർച്ചേസിങ്ങിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഐറ്റത്തിന്റെ ഉപഭോഗം എത്ര നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, സ്ലോ ആയിട്ടാണോ, ഒട്ടും പോവാത്ത, ഒട്ടും ചെലവാവാത്ത ഐറ്റം ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് SDE. SDE എന്ന് പറഞ്ഞാല് പ്രോബ്ലം ലീഡ് ടൈം. ലീഡ് ടൈമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. Scarce to attain in regard to analyst and difficult to get availability of the item, purchasing and easy to attain strategies. എന്താണ്? നമുക്ക് ഒരു ഐറ്റം നമ്മ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്, ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്തിൽ ഉൾപ്പെടുത്തുന്നു? സ്കേഴ്സിൽ ഉൾപ്പെടുത്തുന്നു. എന്താണ്? സ്കേഴ്സിന്റെ അത്രമില്ല, എന്താണ്, എന്നാലും നമുക്ക് ആ ഒരു ഐറ്റംസ് കിട്ടുന്നതിന് വേണ്ടി ബുദ്ധിമുട്ട്, കുറച്ച് ലീഡ് ടൈം എടുക്കുന്നുണ്ട്, ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അതിനെ ഈ ഐറ്റംസിൽ ഉൾപ്പെടുത്തുന്നു. ഈസി, നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. നമുക്ക് ഓർഡർ ചെയ്ത് കുറച്ച് ലീഡ് ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു സാധനം, ആ ഒരു ഐറ്റംസ് ലഭ്യമാകുകയാണെങ്കിൽ നമ്മൾ അതിനെന്തിൽ ഉൾപ്പെടുത്തുന്നു? ഈ ഐറ്റംസിൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ ആണോ? SD എന്ന് പറഞ്ഞാല് ആ ഒരു ലീഡ് ടൈമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് ആ ഒരു ഐറ്റംസ് നമുക്ക് ലഭിക്കാനായി എടുക്കുന്ന ആ ഒരു ടൈം അല്ലേ, ആ ടൈം പീരീഡിന്റെ അടിസ്ഥാനത്തിൽ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. സ്കേഴ്സ് ആണോ അല്ലെ, നമുക്ക് ഒരുപാട് ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ടോ ലഭിക്കാനായിട്ട്, ഡിഫിക്കൽട്ട് ആണോ അല്ലെ, ബുദ്ധിമുട്ടാണോ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈസി ആയിട്ട് ലഭിക്കോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ആ പേരുകളിൽ തന്നെ ഉണ്ട് അല്ലെ ക്ലാസിഫിക്കേഷൻ അല്ലെ? നെക്സ്റ്റ് പറയുന്നത് GOLF, ഗവൺമെന്റ്, ഓർഡിനറി, ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസസ്. സോഴ്സ് ഓഫ് ദി മെറ്റീരിയൽ, നമുക്ക് ആ ഒരു ഐറ്റംസ് കിട്ടുന്ന സോഴ്സ്, ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. നമുക്ക് ഗവൺമെന്റിൽ നിന്നാണോ ആ ഒരു ഐറ്റംസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഓർഡിനറി പർച്ചേസിങ്ങിലൂടെയാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ലോക്കൽ പർച്ചേസ്, പ്രാദേശികമായിട്ടാണ് നമ്മൾ ആ ഒരു ഐറ്റംസ് പർച്ചേസ് ചെയ്തത്, അല്ലെങ്കിൽ ഫോറിനിലെ വിദേശ രാജ്യങ്ങളിൽ നിന്നാണോ നമ്മൾ ആ ഒരു ഐറ്റം പർച്ചേസ് ചെയ്തത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. To plan the purchase strategy, നമുക്ക് ഇത് എവിടെ നിന്നാണോ ലഭിക്കുന്നത്, ഏത് ഉറവിടത്തിൽ നിന്നാണോ ലഭിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലായിട്ട് അവർ എന്ത് തയ്യാറാക്കുന്നത്? പർച്ചേസിംഗ് സ്ട്രാറ്റജീസ് അല്ലെ, പർച്ചേസ് ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഒരു ഐറ്റംസ് എവിടെ നിന്നാണോ, ഏത് സോഴ്സിൽ നിന്നാണോ ലഭിക്കുന്നത്, ഗവൺമെന്റിൽ നിന്നാണോ, അതല്ലെങ്കിൽ ഓർഡിനറിയിലെ സാധാരണ വെൻഡേഴ്സിൽ നിന്നും സപ്ലയേഴ്സിൽ നിന്നൊക്കെ നടക്കുന്ന പർച്ചേസിങ്ങിലൂടെയാണോ അവർക്ക് ആ ഒരു ഐറ്റംസ് ലഭ്യമാക്കുന്നത്, അല്ലെങ്കിൽ ലോക്കൽ പർച്ചേസിങ്ങിലൂടെയാണോ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആണോ അവർ പർച്ചേസ് ചെയ്തത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് SOS, സീസണൽ ആൻഡ് ഓഫ് സീസണൽ അല്ലെ. എന്താണ്? നമുക്ക് ചില മരുന്നുകളൊക്കെ എന്താണ് സീസണൽ ആയിട്ട് ആവശ്യമായി വരുന്ന മരുന്നുകൾ ഉണ്ടാവും അല്ലെ, മഴ കൂട്ടിപ്പിടിക്കുമ്പോൾ, അതിനെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ ആവശ്യമായി വരുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഐറ്റംസ്. നമുക്ക് ഈ മാങ്ങയ്ക്ക് എല്ലാ നാളും കിട്ടുമോ? മാങ്ങയ്ക്ക അത് സീസണൽ ഫ്രൂട്ട് ആണ് അല്ലെ, സീസണൽ ഫ്രൂട്ട് അല്ലേ മാങ്ങയ്ക്ക. അപ്പൊ ആ ഒരു സീസണിന്റെ അടിസ്ഥാനത്തിലാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. സീസണാലിറ്റി ഓഫ് ദി ഐറ്റം ടു പ്ലാൻ പർച്ചേസിംഗ് സ്റ്റോറിംഗ് സ്ട്രാറ്റജീസ് അല്ലെ. അപ്പൊ ആ ഒരു സീസണിൽ മാത്രം നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ എങ്കിൽ നമ്മൾ എപ്പോഴും അത് പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കണോ? ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് മാത്രമാണ് അല്ലെ നമ്മൾ അത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ആണോ? ആണ്. അപ്പൊ ആ ഒരു സീസണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഐറ്റംസിനെ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
സീസണൽ, ഓഫ് സീസണൽ എന്ന് പറയുന്നത്. ഓഫ് സീസണൽ ആകുന്ന ഐറ്റംസ് എന്താണ്? നമുക്ക് എല്ലാ സമയത്ത് ആവശ്യമായി വരുന്ന സാധനങ്ങളാണ് അല്ലെ? മരുന്നുകള്, മറ്റു ഐറ്റംസ് ഒക്കെ എല്ലാ കാലത്ത് ആവശ്യമായി വരുന്നതാണ് അല്ലേ? അതോ അപ്പൊ അങ്ങനെ ഐറ്റംസിന് എന്താണ്? സീസണൽ ആണോ ഓഫ് സീസണൽ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ ആണോ? സീസണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ. നെക്സ്റ്റ് VEIN, വൈറ്റൽ ആൻഡ് നോർമൽ. ഈ 9ഉം 10ഉം നമ്മൾ എക്യുപ്മെന്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാല് വൈറ്റൽ ആൻഡ് നോർമൽ. ഇമ്പോർട്ടൻസ് ഓഫ് പർച്ചേസ് ടു റെസ്ട്രെയിൻ എസെൻഷ്യൽ ഇമ്പോർട്ടൻസ് എക്യുപ്മെന്റ്. അതായത് ആ ഒരു എക്യുപ്മെന്റുകള് നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ വൈറ്റൽ ആയിട്ടുള്ള എന്താണ് നമ്മുടെ വെന്റിലേറ്റേഴ്സ്, ICU ഉപകരണങ്ങളൊക്കെ എന്താണ്? നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അല്ലെ? ഡിഫിബ്രിലേറ്റേഴ്സ് എന്താണ്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതല്ലേ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിലേക്ക്? ആണോ? അപ്പൊ അങ്ങനെയുള്ള വൈറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള എക്യുപ്മെന്റുകളാണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ ആണോ? എക്യുപ്മെന്റുകള് അതിന്റെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് VEIN എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റിലയബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റെനൻസ്, റിലയൻസ് ഓൺ സർവീസ് ഓഫ് ദ എക്യുപ്മെന്റ്. ആ ഒരു എക്യുപ്മെന്റിന്റെ സർവീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ റാം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. റാം എന്ന് പറയുന്നത് റിലയബിലിറ്റി അല്ലെ? എന്ന് വെച്ചാൽ അതിന്റെ വിശ്വസ്തത, അത് എത്രമാത്രം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് അവൈലബിലിറ്റി. നമുക്ക് ആ ഒരു എക്യുപ്മെന്റ് കിട്ടാനുള്ള സോഴ്സുകൾ എങ്ങനെയാണ്, അവൈലബിലിറ്റി എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എക്യുപ്മെന്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു മെയിൻ്റെനൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ടെക്നീഷ്യൻസിനെ നമുക്ക് പെട്ടെന്ന് ലഭ്യമാകുന്നുണ്ടോ, അതിന്റെ സ്പെയർസുകൾ പെട്ടെന്ന് ലഭ്യമാകുമോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ എക്യുപ്മെന്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നു. To plan purchase factors and functioning and the maintenance capacity of the equipment. അല്ലേ? എക്യുപ്മെന്റ് ഓരോ ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്? നമ്മൾ ഇതിക്ക് മുമ്പ് പഠിച്ചു. എന്താണ്? പർച്ചേസിങ്ങിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? അതിന്റെ കോസ്റ്റ്, അതിന്റെ എന്താണ് സ്പെയർസിന്റെ ലഭ്യത. പഠിച്ചോ? മറന്നുപോയോ? ഇനി ഓർമ്മിപ്പിക്കണോ ഞാൻ? ഓർമ്മിപ്പിക്കേണ്ട. അപ്പൊ ആ ഒരു പ്ലാനിങ് എന്താണ്? ഒരു എക്യുപ്മെന്റുകള് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കൂടെ അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ നമ്മൾ പർച്ചേസിങ് നടത്തുന്നത്. പിന്നെ എന്താണ്? അതിന്റെ മെയിൻ്റെനൻസ് കപ്പാസിറ്റി നോക്കുന്നുണ്ടോ നമ്മ? മാനുവലിന്റെ ലഭ്യത ഒക്കെ നോക്കുന്നുണ്ട് അല്ലെ? ആണോ? മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ആളുകളുടെ ലഭ്യത ഒക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ അത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ ആണോ? അത് നെക്സ്റ്റ് പറയുന്നത് മിസ് ABC അനാലിസിസ് പറഞ്ഞില്ലേ? ABC ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ ഓക്കെ ആയോ എല്ലാവർക്കും? ക്ലാസിഫിക്കേഷൻ വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് ദിവസം കയറുമ്പോ വായിച്ചിട്ട് എന്തായാലും വായിച്ചിട്ട് കയറാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യണേ. നെക്സ്റ്റ് നോക്കിയേ. ABC analysis. Maintain a proper control of inventory. ABC technique is used. എന്താണ്? നമുക്ക് ശരിയായ രീതിയിൽ ഇൻവെന്ററിയുടെ ശരിയായ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ABC ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു. ABC ആണ് കേട്ടോ. ഇതിൽ ARC എന്നാണ് കിടക്കുന്നത്. നിങ്ങളുടെ എങ്ങനെയാണ്? ABC എന്നാണ് അല്ലെ? ARC എന്നാണെങ്കിൽ കറക്റ്റ് ചെയ്യാട്ടോ. ABC എന്നാണ്. എന്താണ്? നമ്മൾ ABC ടെക്നിക്ക് ഉപയോഗിച്ച് ഇൻവെന്ററിയുടെ ശരിയായ നിയന്ത്രണം നിലനിർത്തുന്നു. നെക്സ്റ്റ് പറയുന്നത് മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്. നമ്മൾ മെറ്റീരിയൽസിനെ നമ്മൾ 3 ഗ്രൂപ്പുകളായി കാറ്റഗറൈസ് ചെയ്യുന്നു അല്ലെ? തരം തിരിക്കുന്നു.
നെക്സ്റ്റ് പറയുന്നത് എ, ബി ആൻഡ് സി according to the cost of the material and money value of consumption. ABC എന്നുള്ള ടെക്നിക്ക് ഉപയോഗിക്കുന്നത് അതിൽ ഓരോന്നിലും എന്താണ് ആ ഒരു കോസ്റ്റിലെ ആ ഒരു മെറ്റീരിയൽസിന്റെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലും കൂടാതെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിലവാക്കുന്ന ആ ഒരു പൈസയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ABC കാറ്റഗറിയിൽ ഓരോ ഐറ്റംസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹൈ കോസ്റ്റ് ഉള്ള ഐറ്റംസിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും? എ കാറ്റഗറിയില്. ബി കാറ്റഗറിയില് മീഡിയം കോസ്റ്റ് വരുന്നത്. സി കാറ്റഗറിയില് നമുക്ക് ചീപ്പ് കോസ്റ്റ് വരുന്ന ഐറ്റംസിനെയാണ് സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അതെന്താണ് പറയുന്നത്? മെറ്റീരിയൽസിനെ നമ്മ അതിന്റെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലും നമ്മ അതിനു വേണ്ടി ചിലവാക്കുന്ന പൈസയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ഒന്നുകൂടെ നോക്കാം. നെക്സ്റ്റ് എ ഐറ്റംസ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇൻ ഹോൾ ഓഫ് ദ ഇൻവെന്ററി there are few costly items which come under this group. നമ്മുടെ മൊത്തത്തിലുള്ള ആ സ്റ്റോക്കിൽ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ആ ഒരു മൊത്തത്തിലുള്ള സ്റ്റോക്കിൽ എന്താണ് കുറച്ച് ഐറ്റംസ് മാത്രമാണ് കോസ്റ്റ് കൂടിയത് വരുന്നത് അല്ലെ? എല്ലാ ഐറ്റംസും നമുക്ക് പറയാൻ പറ്റോ കോസ്റ്റ് കൂടിയതാണെന്ന് പറയാൻ പറ്റോ? എക്യുപ്മെന്റുകളും മെഷീനറീസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അല്ലെ? അപ്പൊ കുറച്ച് ഐറ്റംസ് മാത്രമാണ് കോസ്റ്റ് കൂടുതൽ വരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസിനെ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നു? ഈ ഒരു എ ഗ്രൂപ്പിലായിരിക്കും ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണോ? നമ്മുടെ വീട്ടിൽ തന്നെ എന്താണ് ഫ്രിഡ്ജ് അതല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ വീടൊക്കെ എന്താണ് നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യാറുണ്ടോ? അതൊക്കെ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? കാറും ഒക്കെ ഒരെണ്ണല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ സ്റ്റോക്ക് മൊത്തം സ്റ്റോക്കിന്റെ ഒരു 10% മാത്രമേ ആയിരിക്കും അല്ലെ കോസ്റ്റ് കൂടിയത് വരുന്നത് അല്ലെ? അതേപോലെ ഹോസ്പിറ്റലിലെ വെഹിക്കിൾസ് ബിൽഡിങ്ങുകളൊക്കെ എന്താണ് കോസ്റ്റ് കൂടിയതാണ് അല്ലെ? അത് അവരെ എപ്പോഴും പണിയോ പുതുക്കി പണിയോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റ് കൂടിയ ഐറ്റംസിനെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നത്? എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നോക്കിയേ, ദീസ് ഐറ്റംസ് മേ നോട്ട് ബി മോർ ദാൻ 10% ഓഫ് ദി ടോട്ടൽ ഐറ്റംസ്. ഈ ഒരു ഐറ്റംസ് അവരുടെ ഹോൾ സ്റ്റോക്കില് മൊത്തത്തിലുള്ള സ്റ്റോക്കില് ഒരു 10% മാത്രമായിരിക്കും. 10% കൂടുതലാകാതെ ആയിരിക്കും ഈ ഒരു എ ഐറ്റംസ് ഉൾപ്പെടുത്തുന്നത്. ബട്ട് കൺസ്യൂംസ് അബൌട്ട് 70% ഓഫ് ദി ടോട്ടൽ ബഡ്ജറ്റ്. പക്ഷെ ഇവർക്ക് എന്താണ് മുഴുവനുള്ള ആ ഒരു ബഡ്ജറ്റില് 70% ഇവര് ചെലവാക്കുന്നത് ഏത് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിരിക്കും? എ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിരിക്കും. ഓക്കെ ആണോ? എന്താണ് ആ ഒരു ഹോസ്പിറ്റലിലെ മൊത്തം സ്റ്റോക്കില് ഒരു 10% മാത്രമായിരിക്കും എ ഐറ്റംസ് വരുന്നത്. പക്ഷെ ഇവര് ഇതിനു വേണ്ടി ചെലവാക്കുന്ന പൈസ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു 70% അവർ ഈ എ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ കോസ്റ്റ് കൂടിയ ഐറ്റം ആയതുകൊണ്ട് അവർ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ സ്റ്റോറേജും ഹാൻഡ്ലിംഗും ചെയ്യണം അല്ലെ? ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം, ശരിയായ രീതിയിൽ സ്റ്റോറേജും നടത്തണം അല്ലെ? അല്ലെങ്കിൽ അത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഒരുപാട് ലോസ് സംഭവിക്കോ? അപ്പൊ എന്താണ്? സോ നീഡ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. ഇത്തരം ഐറ്റംസ് ശരിയായ രീതിയിൽ സ്റ്റോറേജ് ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഓവർ സ്റ്റോക്കിംഗ് ഈസ് അവോയ്ഡഡ് അല്ലെ? Only necessary quantities of these inventories are purchased and stocked. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓവർ സ്റ്റോക്കിംഗ് നടത്താൻ പാടുണ്ടോ? ഓവർ സ്റ്റോക്കിംഗ് നടത്തിയാൽ എന്താണ്? നമുക്ക് ബഡ്ജറ്റ് വീണ്ടും പൈസ കൂടുകയാണ് അല്ലെ? ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കുക. കൂടാതെ അവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം, അവർക്ക് എത്രയാണോ ആവശ്യം ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം പർച്ചേസ് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? ഐറ്റംസ് ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് ബി ഐറ്റംസ്. ഐറ്റംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ നൈദർ കോസ്റ്റ്ലി ഓർ ചീപ്പ്. എന്താണ് നമ്മുടെ ബി ഐറ്റത്തിൽ പെടുന്നത്? ഒരുപാട് പ്രൈസ് കൂടിയതോ ഒരുപാട് ചീപ്പ് ആയിട്ടുള്ളതോ പൈസ കുറഞ്ഞതോ അല്ല, ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഐറ്റംസ് ആണ് ബി ഐറ്റത്തിൽ ഉൾപ്പെടുന്നത്. ബി ഐറ്റംസ് constitute 20% of the total quantity of the inventory. അവര് ആ ഒരു മൊത്തം ഇൻവെന്ററിയിൽ ഒരു 20% ഐറ്റംസ് എന്തായിരിക്കും? സ്റ്റോക്കുകൾ എന്തായിരിക്കും? ബി ഐറ്റംസ് ആയിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് 20% of the total expenditure of the inventories. അവര് ടോട്ടൽ എക്സ്പെൻസിന്റെ ടോട്ടൽ ചെലവിന്റെ ഒരു 20% ആയിരിക്കും അവർ എന്തിനു വേണ്ടി ചെലവാക്കുന്നതെന്ന്? ഈ ഒരു ബി ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അതിന്റെ ആ പെർസെന്റേജ് ഒക്കെ നോക്കി വെക്കാം കേട്ടോ. എന്താണ് ബി ഐറ്റംസ് എന്ന് പറയുന്നത്? എന്താണ്? കൂടുതൽ ചെലവേറിയതോ ഒരുപാട് കോസ്റ്റ് ആയതോ അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ് കുറഞ്ഞതോ അല്ല. അവരുടെ ടോട്ടൽ ക്വാണ്ടിറ്റി ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള സ്റ്റോക്കിന്റെ ഒരു 20% ബി ഐറ്റംസ് ആയിരിക്കും ഉൾപ്പെടുത്തുന്നത്. കൂടാതെ അവർക്ക് ടോട്ടലായിട്ട് മുഴുവനായി ചെലവ് വരുന്ന ആ ഒരു എക്സ്പെൻസിന്റെ ഒരു 20% ഇവർ ചിലവാക്കുന്നത് ബി ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിരിക്കും. ഓക്കെ ആണോ? ബി ഐറ്റംസ് ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സി ഐറ്റംസ്. അപ്പൊ സി ഐറ്റംസ് എന്തായിരിക്കും? ബി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടിയത്, ബി ഐറ്റം എന്ന് പറഞ്ഞാൽ മീഡിയം റേഞ്ചിൽ വരുന്നത്. സി ഐറ്റംസ് അപ്പൊ എന്തായിരിക്കും? പറയും മക്കളെ, എന്താണ് ഒരു ഷാറിലാണ്? ചീപ്പ് ആയിട്ടുള്ളത് അല്ലെ? These items are comparatively cheaper in cost and represent 70% of the total quantity of the inventories. ഈ ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ചീപ്പർ ആയിട്ടുള്ള അല്ലെ, കോസ്റ്റ് കുറഞ്ഞ ഐറ്റംസ് ആയിരിക്കും, ലോ എമൗണ്ട് വരുന്ന ഐറ്റംസ് ആയിരിക്കും. കൂടാതെ അവരെ മൊത്തം ക്വാണ്ടിറ്റിയുടെ ഒരു 70% വരുന്നത് എന്തായിരിക്കും? സി ഐറ്റംസ് ആയിരിക്കും. നമുക്കറിയാം സിറിഞ്ച് മരുന്നുകളൊക്കെ എന്താണ്? റേറ്റ് കുറവാണ് അല്ലെ, കോട്ടൺസ് ഒക്കെ. അപ്പൊ ആ ഒരു ഐറ്റംസ് ആയിരിക്കും അല്ലെ കൂടുതൽ വരുന്നത്. അപ്പൊ അവരുടെ ടോട്ടൽ ഇൻവെന്ററിയുടെ ഒരു 70% വരുന്നത് എന്തായിരിക്കും? നമ്മുടെ സി ഐറ്റംസ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് 10% ഓഫ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഇൻവെന്ററി. എന്താണ്? അവരുടെ ഇൻവെന്ററിയുടെ അവർക്ക് സ്റ്റോക്ക് സാധനങ്ങള് പർച്ചേസ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്ന എക്സ്പെൻസിന്റെ അല്ലെ ചിലവിന്റെ ഒരു 10% മാത്രമാണ് അവർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? സി ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായി ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഈ ABC അനാലിസിസിന്റെ അല്ലെങ്കിൽ ABC ക്ലാസിഫിക്കേഷന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഗുണങ്ങൾ എന്തൊക്കെയാണ്? Investment in inventories can be regulated and funds can be utilized best possible manner. അല്ലെ? എന്താണ്? നമുക്ക് ഇൻവെന്ററിയുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം അല്ലെ, എ ഐറ്റത്തിന് വേണ്ടി 70% നമുക്ക് ചെലവാക്കാൻ പാടുള്ളൂ, ബി ഐറ്റത്തിന് വേണ്ടി 20% ചെലവാക്കാൻ പാടുള്ളൂ. നമുക്കൊരു ധാരണയുണ്ടല്ലോ, ഒരു ഏകദേശ ഐഡിയ ഉണ്ട് അല്ലെ? ആണോ? അപ്പൊ അതിനനുസരിച്ച് മാത്രമല്ലേ ഇവര് ചെലവാക്കുള്ളൂ, അത്രയും മാത്രം ഇവര് പർച്ചേസ് ചെയ്യുള്ളൂ അല്ലെ? ആണോ? അപ്പൊ ആ ഒരു ഇൻവെന്ററിയുടെ നിക്ഷേപം നിലനിർത്താൻ സാധിക്കുന്നു. പിന്നെന്താണ്? അവർക്ക് ഫണ്ടുകള് മികച്ച രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കുന്നു അല്ലെ? നമുക്കറിയാം അല്ലെ, ഈ ഐറ്റംസിന് ഇത്രയും, അത് 10% മാത്രം നമുക്ക് ടോട്ടൽ ഇൻവെന്ററിയുടെ 10% മാത്രം സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ, അതിനുവേണ്ടി 70% മാത്രം നമുക്ക് എക്സ്പെൻസ് ആക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമുക്ക് ഒരു ഏകദേശ ധാരണയുണ്ട് അല്ലെ, ഐഡിയ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് മാത്രമല്ലേ ഇവര് ഫണ്ട് ചെലവാക്കുള്ളൂ? കിട്ടുന്ന ഫണ്ട് മൊത്തം ഐറ്റംസ് പർച്ചേസ് ചെയ്യോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? ഇവർക്ക് ഇൻവെന്ററിയുടെ നിക്ഷേപം നിയന്ത്രിക്കാനും ഫണ്ടുകള് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കുന്നു. ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് സയന്റിഫിക് ആൻഡ് സെലക്ട് കൺട്രോൾ ഹെൽപ്പ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ് അല്ലെ. ഉയർന്ന ടേൺ ഓവർ നിരക്കില് ശാസ്ത്രീയവും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ നിയന്ത്രണം ABC അനാലിസിസ് സഹായിക്കുന്നു അല്ലെ. നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഫസ്റ്റ് പറഞ്ഞത് തന്നെയാണ്. A എത്ര വരണം, B എത്ര, B കാറ്റഗറിയില് എത്രത്തോളം നമുക്ക് എക്സ്പെൻസ് ആക്കാമെന്ന് നമുക്ക് ഏകദേശം ധാരണയുണ്ട് അല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് ഉയർന്ന ടേൺ ഓവർ വരാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാലോ, ഉയർന്ന എക്സ്പെൻസ് വരാതെ ആണോ. അപ്പൊ എന്താണ്, നമുക്ക് ഉയർന്ന ടേൺ ഓവർ നിരക്കില് ശാസ്ത്രീയവും തിരഞ്ഞെടുക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു സമീപനം, ഒരു അപ്രോച്ച് ആണ് എന്ത്, ABC അനാലിസിസ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക് അല്ലെ. എന്താണ്, നമുക്ക് ആവശ്യത്തിന്, നമ്മുടെ ഇൻവെന്ററിയില് ആവശ്യത്തിന് സ്റ്റോക്ക് നിലനിർത്താൻ സഹായിക്കുന്നു. ഓക്കെ ആണോ. ഈ ഒരു ABC അനാലിസിസ് ഉപയോഗിച്ച് കാണിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ സ്റ്റോക്കില് ആവശ്യത്തിന് സ്റ്റോക്ക് നിലനിർത്താൻ സാധിക്കുന്നു. ഓക്കെ ആണോ. ഇപ്പൊ നമ്മ പറഞ്ഞു ABCയില് A ഐറ്റംസ് അവര് ആകെ 10% മാത്രം ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതില് ഈ 10ന് പകരം അവരൊരു 15% സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്, അവർക്ക് എക്സ്പെൻസ് കൂടോ കൂടും അല്ലേ. അപ്പൊ അവർക്ക് എന്താണ്, ബാക്കി ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പൈസ കുറവായിരിക്കും, ഫണ്ട് കുറവായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, അവര് ആ ഒരു ടേൺ ഓവർ റേറ്റ് അവർക്ക് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രീയവും സെലക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആണ് ABC അനാലിസിസ്. ഓക്കെ ആണോ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ജോബ് സമ്മറി ഓഫ് എ സ്റ്റോക്ക് കീപ്പർ എടുക്കട്ടെ. ക്ലിയർ അല്ലേ ഇത്രയും ഭാഗം. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ സ്റ്റോർ കീപ്പറുടെ റെസ്പോൺസിബിലിറ്റി അല്ലെ, റോൾ എന്താണ്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് കീപ് റെസീപ്റ്റ് റെക്കോർഡ്സ് ആൻഡ് വിത്ഡ്രോവൽ ഓഫ് ദി സ്റ്റോക്ക് റൂം അല്ലെ. എന്താണ്, നമ്മുടെ സ്റ്റോക്ക് റൂമിലെ റിസീപ്റ്റുകൾ അല്ലെ, സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ഒക്കെ നടത്തുന്ന ആ ഒരു സപ്ലൈസിന്റെ ഒക്കെ എന്താണ്, റെസീപ്റ്റുകൾ സൂക്ഷിക്കുക, നമ്മുടെ സ്റ്റോർ റൂമിലുള്ള റെക്കോർഡ്സുകൾ സൂക്ഷിക്കുക, സ്റ്റോക്ക് റൂമുമായി ബന്ധപ്പെട്ട വിത്ഡ്രോവൽസ് അല്ലെ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യും, കുറെ സാധനങ്ങള് വിത്ഡ്രോ ചെയ്തിട്ടായിരിക്കും അല്ലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത് അല്ലേ അല്ലേ ആണോ. നമ്മൾ സ്റ്റോക്ക് റൂമില് അല്ലെ സാധനങ്ങൾ സൂക്ഷിച്ചത് ഇന്നെടുത്തിട്ടായിരിക്കും അല്ലെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ അവർ സൂക്ഷിക്കണോ. അപ്പൊ എന്താണ്, സ്റ്റോക്ക് റൂമിലെ റെസീപ്റ്റുകള്, റെക്കോർഡ്സുകള്, വിത്ഡ്രോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്ക് റൂമിലെ ഐറ്റംസ് വിത്ഡ്രോ ചെയ്തത് അല്ലെ, നമ്മ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകള് സൂക്ഷിക്കുക. ഓക്കെ ആണോ അത്. നെക്സ്റ്റ് പറയുന്നത് റിസീവ്, അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈസ്. എന്താണ്, അവര് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ അല്ലെങ്കിൽ അവർ ഓർഡർ കൊടുത്ത സാധനങ്ങൾ എന്ത് ചെയ്യണം, സപ്ലയേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ വെൻഡേഴ്സിന്റെ അടുത്ത് ഓർഡർ കൊടുത്ത സാധനങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരുന്ന സമയത്ത് റിസീവ് ചെയ്യണോ, സ്വീകരിക്കണം അല്ലേ. കൂടാതെ എന്ത് ചെയ്യണം, അത് ശരിയായ രീതിയിൽ ഇറക്കണോ, അൺലോഡ് ചെയ്യണോ, വണ്ടികളിൽ നിന്ന് അൺലോഡ് ചെയ്യണം. കൂടാതെ അത് എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ അവർ സ്റ്റോറേജ് നടത്തണോ, ഷെൽഫ് സ്റ്റോറേജ് ഒക്കെ നടത്തണോ സാധനങ്ങള്. നമ്മ പറഞ്ഞു അല്ലെ പലതരത്തിലുള്ള സ്റ്റോറേജ് ഉണ്ട് അല്ലെ, ഷെൽഫ് സ്റ്റോറേജ് ഉണ്ട്, പിൻ സ്റ്റോറേജ് ഉണ്ട്, ടെക്നിക്കൽ നേച്ചർ സ്റ്റോറേജുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യണം, ഷെൽഫ് സപ്ലൈ ശരിയായ രീതിയിൽ ഈ ഒരു ഐറ്റംസ് സ്റ്റോറേജ് നടത്തുകയും ചെയ്യുക. ഓക്കെ ആണോ. നെക്സ്റ്റ് പറയുന്നത് ഡു അതർ സ്റ്റോക്ക് റിലേറ്റഡ് ഡ്യൂട്ടീസ് ദാറ്റ് ഇൻക്ലൂഡ് റിട്ടേണിംഗ്, പാക്കിംഗ്, പ്രൈസിംഗ് ആൻഡ് ലേബലിംഗ് സപ്ലൈസ്. എന്താണ്, നമ്മുടെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പ്രവർത്തനം കൂടി എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റോക്ക് കീപ്പർ ചെയ്യണം. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്, റിട്ടേണിംഗ് ചെയ്യുക അല്ലെ. അവരെന്താണ്, വന്ന സാധനങ്ങൾ റിസീവ് ചെയ്തു,
ഓർഡർ കൊടുത്ത സാധനങ്ങൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവർ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ടോ, പരിശോധന നടത്തും അല്ലെ, ഡാമേജ് ഉണ്ടോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അല്ലെ, ഇൻസ്പെക്ഷൻ നടത്തണോ. അപ്പൊ അങ്ങനെ ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് റിട്ടേൺ ചെയ്യണം അല്ലെ, സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കണോ, വേണം. അപ്പൊ അങ്ങനെയുള്ള റിട്ടേണിങ്, പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെ പാക്കിങ് അല്ലെ, പിന്നെ പ്രൈസിങ്, അവർ പ്രൈസ് ചെയ്യുക, പിന്നെ കൂടാതെ ലേബലിംഗ് ചെയ്യേണ്ടതൊക്കെ ആരാ, നമ്മുടെ സ്റ്റോർ കീപ്പേഴ്സ് ആണ് അല്ലെ. കൊണ്ടുവന്ന സാധനങ്ങളിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയതൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ടതും, സാധനങ്ങൾ പാക്കിംഗ് ചെയ്യേണ്ടതും, പ്രൈസിങ് ചെയ്യേണ്ടതും, ലേബലിംഗ് ചെയ്യേണ്ടതും സ്റ്റോർ കീപ്പർ ആണ്. നെക്സ്റ്റ് പറയുന്നത് അനലൈസ് deliveries for damage or discrepancies and report those to accounting for reimbursement and record keeping. നമുക്ക് കൊണ്ടുവരുന്ന ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ഡാമേജ് ആയ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ക്വാളിറ്റിയിലും കുറവുള്ള സാധനങ്ങളാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ അവര് വിശകലനം ചെയ്യുക അല്ലെ, അവര് പരിശോധിക്കുകയും അത് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിക്കണം അല്ലെ. നമുക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പേയ്മെന്റ് നമുക്ക് റിട്ടേൺ ചെയ്യണോ, സപ്ലയേഴ്സ് തിരിച്ചടവ് വേണ്ടേ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സാധനങ്ങള് ഓർഡർ കൊടുക്കണം അല്ലെ, അതല്ലെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു പൈസ തിരിച്ചു തരണം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് റീഇംബേഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മ എന്താണ് ഇങ്ങനെയുള്ള ഡാമേജുകൾ, ഡിസ്ക്രിപ്പൻസീസ് ഒക്കെ നമ്മുടെ അക്കൗണ്ടിംഗ് സെക്ഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതും നമ്മുടെ സ്റ്റോർ കീപ്പർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസ്. എന്താണ് നമ്മുടെ സ്റ്റോക്കുകൾ തരം തിരിക്കുക. നമ്മൾ പറഞ്ഞു വരുന്ന സ്റ്റോക്കുകൾ നമ്മൾ എല്ലാം ഒരേപോലെയാണ് സൂക്ഷിക്കുന്നത്. സ്റ്റോക്കുകൾ ഷെൽഫ് സ്റ്റോറേജ് ഉണ്ടാവും, ബിൻ സ്റ്റോറേജ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടാവും. ആണോ? ഇവാപറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അതിനനുസരിച്ച് രീതിയിലായിരിക്കും സ്റ്റോറേജ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ സ്റ്റോക്കുകൾ തരംതിരിച്ച് ശരിയായ രീതിയിൽ സൂക്ഷിക്കുക. കൂടാതെ എന്താണ്, കോർഡിനേറ്റ് ഡിസ്പോസൽ ഓഫ് സർപ്ലസ് അല്ലെ. ഇപ്പൊ നമ്മൾ സൂക്ഷിച്ച സാധനങ്ങളിൽ എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, നിർമ്മാർജ്ജനം ചെയ്യണോ? അപ്പൊ ആ ഒരു ഡിസ്പോസൽ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സ്റ്റോർ കീപ്പർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ എൻഷുർ അഡ്വക്കേറ്റ് റെക്കോർഡ് കീപ്പിംഗ്. നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതും and all manage all documentation to confirm proper stock levels and keep inventory control. നമ്മുടെ ഇൻവെന്ററി നമുക്ക് ആവശ്യമായ സ്റ്റോക്കുകൾ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ളതും പ്രോപ്പർ സ്റ്റോക്ക് ലെവലുകൾ കൺഫേം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് മാനേജ് ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ സ്റ്റോർ കീപ്പർ ആണ് അല്ലെ. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസ് റിക്വസിഷൻ വാങ്ങിക്കുക, പർച്ചേസ് ഓർഡേഴ്സ് കൊടുക്കുക, നമ്മ എന്താണ് ടെൻഡേഴ്സ് ചെക്ക് ചെയ്യുക അല്ലെ, നമ്മുടെ സപ്ലയേഴ്സ് അയക്കുന്ന ടെൻഡേഴ്സ് ഒക്കെ വാങ്ങിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രോപ്പർ സ്റ്റോക്ക് ലെവലുകൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷൻസും കൈകാര്യം ചെയ്യേണ്ടതും നമ്മുടെ സ്റ്റോർ കീപ്പർ ആണ്. ഓക്കെ ആണോ? നമ്മുടെ ഇൻവെന്ററി കൺട്രോള് കീപ്പ് ചെയ്യേണ്ടത് അല്ലെ, സൂക്ഷിക്കുന്ന നമ്മുടെ സ്റ്റോക്കുകൾ കീപ്പ് ചെയ്യേണ്ടതും സ്റ്റോർ കീപ്പർ ആണ്. നെക്സ്റ്റ് പറയുന്നത് coordinate the handling of freight, the movement of equipment and necessary minor repairs അല്ലെ. എന്താണ് നമ്മുടെ ആ ഒരു ഫ്രൈറ്റ് എന്ന് പറഞ്ഞാല് ചരക്കുകൾ, നമ്മുടെ ആ സ്റ്റോക്കുകൾ ഹാൻഡ്ലിങ് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടതും നമ്മുടെ എക്യുപ്മെന്റുകൾ മൂവ്മെന്റ് അല്ലെ, നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ എത്തിച്ചു കൊടുക്കുക. എക്യുപ്മെന്റുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മൈനർ റിപ്പയർസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെയിന്റനൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ
അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ സ്റ്റോർ കീപ്പർ ആണ്. ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലെ? നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ അറിയാവുന്നതാണ് അല്ലെ? ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യണോ മിസ്? എന്താണ് നമ്മുടെ ചരക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്കുകൾ അല്ലെ? ആ ഒരു സ്റ്റോക്കുകൾ അതൊന്നും എക്സ്പയറി ആവാതെ, ഒന്നും ഡാമേജ് പറ്റാതെ, നശിച്ചു പോകാതെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതും എക്യുപ്മെന്റുകൾ അല്ലെ? ഇപ്പൊ പർച്ചേസ് ചെയ്ത എക്യുപ്മെന്റുകൾ നമുക്ക് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ്, കൂടാതെ നമ്മുടെ ഉള്ള എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും റിപ്പയർസ് വന്നിട്ടുണ്ട്, എന്തെങ്കിലും മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതും നമ്മുടെ സ്റ്റോർ കീപ്പേഴ്സ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പിൽഫറേജ് ആൻഡ് വേസ്റ്റേജ് ഇൻ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലില് പിൽഫറേജ് നടക്കാം, കളവ് നടക്കാം, അല്ലെങ്കിൽ വേസ്റ്റേജ് അല്ലെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. കോസസ് അല്ലെ? കാരണങ്ങൾ. എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത് അല്ലെ? നമ്മുടെ ജീവിതവും മരണവും ഉൾപ്പെടുന്ന അടിയന്തര സാഹചര്യങ്ങൾ. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ എന്താ ആദ്യം നോക്കുന്നത്? നമ്മൾ റിസോഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കുന്നതാണോ നോക്കുന്നത്? എത്രയും വേഗം ആ ഒരു പേഷ്യന്റിനെ രക്ഷിക്കാനായിരിക്കും അല്ലെ നോക്കുന്നത്? ആണോ? ആണ്. അപ്പൊ ചിലപ്പോ എന്താണ് നമ്മുടെ ആ ഒരു ദ്രുതഗതിയിലുള്ള പ്രവർത്തനം കൊണ്ട് ചിലപ്പോ നമുക്ക് കുറെ റിസോഴ്സുകൾ നമുക്ക് നഷ്ടം വരാം അല്ലെ? വേസ്റ്റേജ് വരാലോ? വരാം അല്ലെ? അതല്ലെങ്കിൽ ഒന്ന് നോക്കിയേ, ലൈഫ് ആൻഡ് ഡെത്ത്. അതേപോലെ നമുക്ക് എന്തെങ്കിലും ദുരന്തങ്ങൾ ഒരു ബസ് ആക്സിഡന്റ് ഉണ്ട്. ബസ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായാൽ എന്താണ് ചിലപ്പോ ഒരു അറ്റ് എ ടൈം ഒരു 5 or 6 പേഷ്യൻസിനെ അല്ലെങ്കിൽ ഒരു 10 or 15 പേഷ്യൻസിനെ കൊണ്ടുവരാണല്ലേ അറ്റ് എ ടൈം ആണോ? അപ്പൊ എന്താണ് ഇവരിൽ ഒരു 5 or 8 പേരെ നില ഗുരുതരമാണെങ്കിൽ നമ്മൾ എന്താണ് പെട്ടെന്ന് അവരെ രക്ഷിക്കാനാണ് അല്ലെ നോക്കുന്നത് അല്ലെ? സ്റ്റാഫുകൾ വേഗം വരും, അവർ ഓരോ റിസോഴ്സുകൾ പെട്ടെന്ന് ഉപയോഗിക്കും. അപ്പൊ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് ചിലപ്പോ മരുന്നുകൾ, ചിലപ്പോ കോട്ടൺസ്, ചിലപ്പോ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ നശിച്ചു പോവാം അല്ലെ? വേസ്റ്റേജ് വരാലോ? പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ജീവിതവും മരണവും ഉൾപ്പെടുന്ന അടിയന്തര സിറ്റുവേഷൻസ് വരുമ്പോൾ നെക്സ്റ്റ് പറയുന്നത് urgent attention to patients that involve swift use of materials അല്ലെ? നമുക്ക് ആ ഒരു പേഷ്യൻസിന് അർജന്റ് അറ്റൻഷൻസ് അല്ലെ? എന്താണ് അടിയന്തര ശ്രദ്ധ, അർജന്റ് ആയിട്ടുള്ള ആ ഒരു ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മ ആ ഒരു മെറ്റീരിയൽസ് നമുക്ക് അവർക്ക് വേണ്ടി അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഐറ്റംസ് നമ്മൾ ദ്രുതഗതിയിൽ ഉപയോഗിക്കുമ്പോൾ, സ്വിഫ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ ദ്രുതഗതിയിൽ ഉപയോഗിക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് വേസ്റ്റേജ് സംഭവിക്കാം അല്ലെ? ഇപ്പൊ രാവിലെ കിച്ചണിൽ കയറുന്ന അമ്മമാർക്ക് അറിയാൻ പറ്റും കുട്ടികളെ വിടാനായിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് വായു പിടിച്ചാണ് അല്ലെ ചെയ്യുന്നത് കുട്ടികളെ സ്കൂളിൽ വിടാനൊക്കെ ആയിട്ട് ആണോ? എത്ര നേരത്തെ എണീച്ചാലും ജോലി കഴിയില്ല അല്ലെ? ആ സമയത്ത് നമ്മൾ എന്താണ് വെളിച്ചെണ്ണ തിരക്ക് പിടിക്കുന്നു അല്ലെ? അപ്പൊ ഒരിത്തിരി വെളിച്ചെണ്ണ ഇട്ടേണ്ടത് ചിലപ്പോ അത് കമന്നു പോകാം അല്ലെ? അപ്പൊ എന്താണ് അവിടെ വേസ്റ്റേജ് ആണ് സംഭവിക്കുന്നത് നമ്മ ആ ഒരു ദ്രുതഗതിയിൽ ആ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേസ്റ്റേജ് വരാം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എക്സ്പോസർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ടു ലോവർ ലെവൽ പേഴ്സണൽ നോട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആക്ടിവിറ്റി. നമ്മുടെ ലോവർ ലെവൽ ആയിട്ടുള്ള സ്റ്റാഫുകൾ, വോളണ്ടിയേഴ്സ്, വാർഡ് ക്ലർക്കുകൾ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റുകളൊക്കെ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് അല്ലാത്ത പ്രവർത്തനങ്ങൾ, ഒരു നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ സ്റ്റോക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അല്ലെ? അവർക്കറിയില്ല എത്ര ഉപയോഗിക്കണം എന്നറിയില്ല അല്ലെ? അവരെന്ത് ചെയ്യും? ഒരുപാട് ഉപയോഗിക്കും അല്ലെ? ഒരിത്തിരി മരുന്ന് ഉപയോഗിക്കേണ്ടടുത്ത് ചിലപ്പോ ഒരുപാട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു ഇച്ചിരി കോട്ടൺ ഉപയോഗിക്കേണ്ടടുത്ത് അവർ ഒരുപാട് കീറിയെടുക്കും അല്ലെ? ആണോ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ താഴെ തട്ടിലുള്ള അല്ലെ ലോവർ ലെവലിലുള്ള
സ്റ്റാഫുകൾ എന്താണ് അവരുടെ ഒരു നിലവാരമില്ലാത്ത പ്രക്രിയയിലൂടെ അവർ സ്റ്റോക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മൂലം. നെക്സ്റ്റ് പറയുന്നത് ടു മെനി ഓട്ടോണോമസ് യൂണിറ്റ്സ് അല്ലെ, എന്താണ് നമ്മുടെ നിരവധി സ്വയംഭരണ യൂണിറ്റുകൾ. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ ഒരുപാട് യൂണിറ്റുകൾ വന്നാൽ എന്താണ് അവിടെ ഒരുപാട് വേസ്റ്റേജും കളവും നടക്കാം അല്ലെ. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ കണ്ടെത്താൻ പറ്റുമോ? അതിന്റെ ഹെഡിന്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന് ഓരോ യൂണിറ്റിലേക്കും ഒരുപോലെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുമോ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്? ഇല്ല. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് അവരൊരുപാട് ചിലപ്പോൾ ഒരുപാട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കളവ് നടത്താം അല്ലേ. ഓക്കെയാണോ? ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ ഒരുപാട് ഓട്ടോണോമസ് ബോഡീസ്, സ്വയംഭരണ യൂണിറ്റുകൾ വരാം. ഒരുപാട് യൂണിറ്റുകൾ വരുമ്പോൾ ആ ഓരോ യൂണിറ്റിലേക്ക് നമ്മൾ സാധനങ്ങൾ കൊടുക്കേണ്ടി വരും, റിസോഴ്സുകൾ അല്ലെ കൊടുക്കേണ്ടി വരുമോ? റിസോഴ്സുകൾ കൊടുക്കേണ്ടി വരും, സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് തോന്നിയ പോലെ അവർ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലും നമുക്ക് എന്താണ് പിൽഫറേജും വേസ്റ്റേജും നടക്കാം. നെക്സ്റ്റ് പറയുന്നത് ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ്സ്. ഇതിൽ ഡക്ട്സ് എന്നാണോ ഡിപ്പാർട്ട്മെന്റ് എന്നാണോ കിടക്കുന്നത് നിങ്ങളുടെ ഏരിയ? ഡക്ട്സ് എന്നാണ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് എന്നാക്കാം കേട്ടോ, ഡിപ്പാർട്ട്മെന്റ് എന്നാണ്, ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. കറക്റ്റ് ചെയ്യേ. ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ് ഇൻ കോംപ്രഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. ഒരു സമഗ്ര ഭരണത്തിന്റെ കീഴിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ പങ്കാളിത്തം ഉണ്ടാവാം അല്ലെ. നമുക്ക് എന്താണ് നമുക്കറിയാം, നമുക്ക് ഒരു കാര്യത്തില് ഒരുപാട് അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ നടത്താൻ സാധിക്കുമോ? ഒരുപാട് ഡിസിഷനുകള്, ഒരുപാട് അഭിപ്രായങ്ങൾ വരികയാണ്, നമുക്ക് ഒരു ശരിയായ പ്രോപ്പറായ രീതിയിൽ നടത്താൻ സാധിക്കോ? ഇല്ല അല്ലേ. നമുക്ക് ഒരുപാട് എന്താണ് ഓരോരുത്തരും അവരെ അഭിപ്രായങ്ങൾ പറയും. ചിലപ്പോ അവിടെ വാക്തർക്കാവാം അല്ലെ. ആ ഓരോരുത്തരും എന്താണ് ചിലപ്പോ അവരെ അഭിപ്രായം സ്വീകരിക്കില്ല, അപ്പൊ വാക്തർക്കങ്ങളാവാം അല്ലെ. അതേപോലെ തന്നെ എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന്, സമഗ്ര ഭരണത്തിന്റെ കീഴിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ വരാം അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അനുവദിച്ചു കൊടുക്കുന്ന റിസോഴ്സുകൾ അവർ ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ വരാം, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അത് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യുക അല്ലെ, ഉപയോഗിക്കുക. ആ ഒരു സമയത്തൊക്കെ എന്താണ് പിൽഫറേജും തെഫ്റ്റും സംഭവിക്കാലോ, പിൽഫറേജും വേസ്റ്റേജും സംഭവിക്കാം അല്ലെ. ഒരുപാട് ഡിപ്പാർട്ട്മെന്റില് ഇപ്പൊ നമ്മൾ സ്റ്റോർ റൂമിൽ കൊടുക്കുന്ന സാധനങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എങ്ങനെ ഉപയോഗിക്കണം? എഫക്റ്റീവായി ഉപയോഗിക്കണം. അവർ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിലോ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളില് ഒരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സാധനങ്ങളില് ക്വാണ്ടിറ്റി ഉണ്ടോ? തോന്നിയ പോലെയാണോ കൊടുക്കുന്നത്, സപ്ലൈ ചെയ്യുന്നത്? അല്ല അല്ലേ, അല്ല. അപ്പൊ എന്താണ് അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഇല്ലാതെ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കും അല്ലെ, കൂടുതലായിട്ട് ഉപയോഗിക്കും. പിന്നെ ആ ഒരു അഡ്മിനിസ്ട്രേഷന്റെ കീഴില് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ എന്താണ് പലരും പല രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലെ. ഒരു അടുക്കും ചിട്ടയുണ്ടാവോ? ഇല്ല. അപ്പൊ ആ ഒരു സമയങ്ങളിലൊക്കെ എന്താണ് പിൽഫറേജും വേസ്റ്റേജും സംഭവിക്കാം. ഇപ്പൊ നമുക്കറിയാം, നമ്മൊരു എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടാവും അല്ലെ, നിയന്ത്രിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി, അവിടുത്തെ പ്രവർത്തനങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പേര് കൂടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ടാവും, ആണോ? ഉണ്ടാവും. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഡിസിഷനുകൾ എടുക്കുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ആ ഒരു മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ, ആ ഒരു ഹെഡുകളായിരിക്കുമല്ലോ. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു അടുക്കും ചിട്ട ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒരു മാനേജ്മെന്റ് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു അടുക്കും ചിട്ട ഉണ്ടാവോ? ഉണ്ടാകും. പക്ഷെ എല്ലാവരും കൂടി ഉൾപ്പെട്ട് ചെയ്യുകയാണെങ്കിലോ, എല്ലാ ആളുകളെയും ഉൾപ്പെടുത്താണെങ്കിലോ അടുക്കും ചിട്ടുണ്ടാവോ? പലരും തോന്നിയ പോലെ ആയിരിക്കും അല്ലെ പ്രവർത്തിക്കുന്നത്, പലരും തോന്നിയ പോലെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്.
അതേപോലെ എന്താണ് ഒരു സമഗ്ര ഭരണത്തിന്റെ കീഴിൽ മിക്ക എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് നോ ജോബ് സ്പെസിഫിക്കേഷൻ. നമുക്കറിയാം, നമ്മ ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോ പഠിക്കാണ് അല്ലെ, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഓരോരുത്തർ ചെയ്യേണ്ട ജോലി എന്താണെന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. ഉണ്ടോ? പഠിക്കുന്നുണ്ട്. വാർഡ് ക്ലർക്ക് എന്താണ്, സെക്രട്ടറിയുടെ ജോലി എന്താണ്, സ്റ്റോർ കീപ്പറുടെ ജോലി എന്താണ്, പർച്ചേസ് മാനേജറുടെ ജോലി എന്താണ് അല്ലെ. അപ്പൊ പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, അങ്ങനെ ഒരു ജോബ് സ്പെസിഫിക്കേഷൻ കൊടുക്കാതിരിക്കുക, ഓരോരുത്തർക്കും അവര് ചെയ്യേണ്ട ജോലി എന്താണെന്ന് നൽകാതിരിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് വരാം, വേസ്റ്റേജ് സംഭവിക്കാം അല്ലെ. അവർക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാം. ആണോ? അപ്പൊ ജോലി സ്പെസിഫിക്കേഷൻ ഓരോരുത്തരും അവര് ചെയ്യേണ്ടതായ ജോലിയെ കുറിച്ച്, അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക. അപ്പൊ ഒരു ജോബ് സ്പെസിഫിക്കേഷനും ഇല്ലായ്മ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് യൂണിറ്റ്. നമ്മുടെ ഓരോ യൂണിറ്റിലേക്കും, എല്ലാ യൂണിറ്റിലേക്കും അവർക്ക് ആവശ്യത്തിലധികം സ്റ്റോക്കുകൾ നൽകുന്നത് അല്ലെ. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പെൻസിലൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. അവർക്ക് എന്താണ്, ഒരു ദിവസം 2-3 പെൻസിൽ കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? സ്കൂൾ വിട്ട് വരുമ്പോ ഒറ്റ പെൻസിൽ ഉണ്ടാവില്ല അല്ലെ. ആണോ? കളഞ്ഞിട്ട് വരും, ഒറ്റ പെൻസിൽ ഉണ്ടാവില്ല. അതേസമയം നമ്മ ഒരു പെൻസിൽ കൊടുത്തിട്ട് ഇനി നിനക്ക് കുറെ ദിവസത്തേക്ക് ഈ പെൻസിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് സൂക്ഷിച്ചുപയോഗിക്കോ? സൂക്ഷിക്കില്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മ കുട്ടികൾക്ക് കുറെ പെൻസിൽ കൊടുക്കുന്നത് പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവർക്ക് ആവശ്യത്തിലധികം സ്റ്റോക്കുകൾ കൊടുക്കുക അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരുപാട് വേസ്റ്റേജ് വരുത്തോലോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കട്ടുകൊണ്ട് പോവാ അല്ലെ. പിൽഫറേജും നടത്താം ആവശ്യത്തില് കൂടുതൽ സ്റ്റോക്ക് കാണുമ്പോൾ. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് far too many visitors round the clock. 24 മണിക്കൂറും വളരെയധികം ഒരുപാട് സന്ദർശകർ വരുന്ന സിറ്റുവേഷൻ അല്ലേ. അപ്പൊ നമുക്ക് എന്താണ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം? പിൽഫറേജ് ഒക്കെ നടക്കാം അല്ലെ. വിസിറ്റേഴ്സ് ഒരുപാട് ആവുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ, ആ ഒരു യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ എന്താണ്, ചിലപ്പോ നമുക്ക് പിൽഫറേജ്, കളവ് നടക്കാം. നെക്സ്റ്റ് പറയുന്നത് നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ഡ്യൂട്ടി. നമ്മുടെ സ്റ്റാഫുകള് ജോലി കഴിഞ്ഞു പോകുന്ന സമയത്ത് അവരെ ശരിയായ രീതിയിൽ പരിശോധിക്കാതിരിക്കുക, ചെക്ക് ചെയ്യാതിരിക്കുക അല്ലെ. അപ്പൊ അവരെന്താണ്, എന്തെങ്കിലുമൊക്കെ എടുത്ത് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോവാ അല്ലെ. ഒരു ഇതായിട്ട് പറയുന്നതല്ല, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ മാർക്കറ്റില് റേറ്റ് കൂടിയ സാധനങ്ങളൊക്കെ അവർ എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോയാൽ അവർക്ക് എന്താണ്, വിപണിയിൽ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ പൈസ കിട്ടും അല്ലേ. ആണോ? നിങ്ങൾ മൂവീസിലൊക്കെ കാണാറില്ലേ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ പിൽഫറേജ് നടത്തുന്നതൊക്കെ, മരുന്നുകള്, എന്തെങ്കിലും എമർജൻസി ഡ്രഗ്സുകള് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്, ഡ്യൂട്ടീസ് കഴിഞ്ഞ് നമ്മുടെ സ്റ്റാഫുകള് തിരിച്ചു പോകുന്ന സമയത്ത് അവരെ ശരിയായ രീതിയിൽ പരിശോധിക്കാതിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റില് ആ ഒരു ഐറ്റംസിന്റെ ഷോർട്ടേജ് വരാം, ദൗർലഭ്യം അനുഭവപ്പെടുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ആ ഒരു ഐറ്റംസ്, എമർജൻസി ആയിട്ടുള്ള ആ ഒരു ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ മാർക്കറ്റിൽ ആ ഒരു ഐറ്റംസ് ലഭിക്കാനില്ല. ആ ഒരു സമയത്ത് എന്താണ്, ടെസ്റ്റ് നടക്കാം അല്ലെ, കളവ് നടക്കാലോ. കളവ് നടക്കാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില. നെക്സ്റ്റ് പറയുന്നത് പുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം അല്ലെ. എന്താണ്, നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റും ഓഡിറ്റിംഗ് സിസ്റ്റം
പുവർ ആയിരിക്കുക അല്ലെ, നല്ല രീതിയിലല്ലാതെ ശരിയായ രീതിയിൽ മെറ്റീരിയൽസ് മാനേജ് ചെയ്യാതിരിക്കുക, നമ്മുടെ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാതിരിക്കുക, മോണിറ്റർ ചെയ്യാതിരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റും ഓഡിറ്റിംഗ് സിസ്റ്റത്തെ നല്ല എഫക്റ്റീവ് ആണെങ്കിൽ എന്താണ് അവിടെ കളവൊക്കെ നടക്കോ, വേസ്റ്റേജ് ഒക്കെ നടത്തോ, നമുക്കറിയാം അല്ലെ. എന്താണ് ഇന്ന സമയത്ത് അവർ ഓഡിറ്റിങ്ങിന് വരും അല്ലെ. അപ്പൊ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി പോവാൻ സാധ്യതയുണ്ടെന്നൊക്കെ മനസ്സിലാകും അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെ ഒരു ഓഡിറ്റിംഗ് സിസ്റ്റം, നല്ല രീതിയിലുള്ള ഒരു ഓഡിറ്റിംഗ് സിസ്റ്റമോ മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റമോ ഹോസ്പിറ്റലില് നിലവിലില്ലാതിരിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് too many hospital staff remaining in the same compound. നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലില് ഒരുപാട് സ്റ്റാഫുകൾ വരിക അല്ലെ. ഒരുപാട് സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞാല് നമുക്ക് എല്ലാ സ്റ്റാഫുകളെയും ഒരേപോലെ മോണിറ്റർ ചെയ്യാൻ പറ്റുമോ, നിരീക്ഷിക്കാൻ പറ്റുമോ, അവരെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? അവർ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് അവരെ ചെക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൊക്കെ വേസ്റ്റേജും അവരുടെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ ഏത് സമയത്ത് നമുക്ക് എല്ലാ സമയത്തും അവരെ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൊക്കെ എന്താണ് പ്രിൻസിപ്പറേജും വേസ്റ്റേജും സംഭവിക്കാം. നെക്സ്റ്റ് പറയുന്നത് inadequate workforce to document expenditure and revenue accurately. കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്താനുള്ള സ്റ്റാഫുകൾ ഇല്ലാതിരിക്കുക. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ വരവ് ചെലവ് കണക്ക്, ഹോസ്പിറ്റലിൽ നല്ല ഏതൊരു കമ്പനി ആയാലും എന്ത് ചെയ്യണം, അവരെ വരവ് ചെലവ് കണക്കുകൾ ശരിയായ രീതിയിൽ റെക്കോർഡ് ചെയ്യണം അല്ലെ, രേഖപ്പെടുത്തണ്ടേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഉള്ള സ്റ്റാഫുകൾ കള്ളത്തരങ്ങൾ നടത്തല്ലേ. അപ്പൊ അതുപോലെ എന്താണ് അവരെ വരവ് ചെലവ് കണക്കുകള് കൃത്യമായി രേഖപ്പെടുത്താനുള്ള ജോലിക്കാർ ഇല്ലാത്തത്. ഓക്കെ ആണോ? ഇന്നത്തെ ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ മിസ്സിന്റെ ഇനി മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒരു ചെറിയ സെക്ഷനും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മിസ് എടുക്കാൻ പോകുന്നത് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് ആണ് കേട്ടോ. ഓക്കെ, എന്താ നിങ്ങളുടെ സ്ട്രെങ്ത് ഇപ്പൊ കുറവാണല്ലോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങളുടെ സ്ട്രെങ്ത് ഇപ്പൊ ഭയങ്കര കുറവാണല്ലോ.